നഗര കേന്ദ്രീകര വാർഡുകളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി LDF ഉണ്ടാകുന്നു. UDF 30 സീറ്റുകളോടുകൂടി കൊച്ചി കോർപ്പറേഷനിൽ ആധികാരിക വിജയത്തിലേക്ക് കടക്കുകയാണ്. NDA 3 സീറ്റുകൾ, LDF പ്രതിപക്ഷത്തേക്ക് പോകുന്നു 9 സീറ്റുകളുമായി. ലതിക സുഭാഷിന് തോൽവി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. ലതിക സുഭാഷിന് കോട്ടയം നഗരസഭയിൽ 48-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ലതിക സുഭാഷ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഒരുപാട് വാർത്തകൾക്ക് വിവാദങ്ങൾക്കൊക്കെ ഇട നൽകിയ കോൺഗ്രസിന്റെ പഴയ നേതാവ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ലതിക സുഭാഷ് തോറ്റിരിക്കുകയാണ്. സുശീല ഗോപകുമാർ, UDFന്റെ സുശീല ഗോപകുമാറാണ് വിജയിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന്റെ കുത്തക, പക്ഷെ നഗരമേഖലയിൽ K സുധാകരനിലൂടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും 3 സീറ്റുകളിൽ, കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നു, ആ 1 സീറ്റ് നിലനിർത്തുകയും ചെയ്തു, 2 സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 3 സീറ്റുകൾ BJP വിജയിക്കുന്ന ഒരു സാഹചര്യം കരുനാഗപ്പള്ളിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയ ഒരു വാർത്ത വരുന്നു. എറണാകുളം മുനിസിപ്പാലിറ്റിയിലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ ഡിവിഷൻ പിടിച്ചെടുത്തിരിക്കുന്നു BJP പിടിച്ചെടുത്തു. കുന്നംകുളത്ത് 12-6-6, LDF 12, UDF 6, NDA 6. വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ, എനിക്ക് തോന്നുന്നു ശ്രീ പ്രദീപ്, ഈ വിഷയത്തിൽ തിരുവനന്തപുരം ആയിരിക്കും ഒരു പക്ഷേ നവ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. അനഘ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ നവ്യ ഹരിദാസിന്റെ വളരെ പ്രധാനപ്പെട്ട, അവർ മത്സരിക്കുന്നത് കാരപ്പറമ്പ് ഡിവിഷനിലാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച നവ്യ ഹരിദാസ് വിജയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരുമത്ത് ആശാനാഥ് വിജയിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പ്രദീപ്, എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരിക്കും കേരളത്തിന്റെ ഇനിയുള്ള ശ്രദ്ധാകേന്ദ്രം മുഴുവൻ. തുടർന്ന് ദേശീയ ശ്രദ്ധയും തിരുവനന്തപുരത്തേക്ക് വരും. NDA പ്രതീക്ഷിച്ച വിജയം നേടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. തലസ്ഥാന നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് പുതിയ അധ്യക്ഷന്റെ, ഇന്നലെ ശ്യാംബാബു പറഞ്ഞ പോലെ തന്നെ, രാവിലെ പറഞ്ഞ പോലെ തന്നെ, പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും അദ്ദേഹത്തെ ടീമിന്റെയും വികസന അജണ്ട, വികസിത കേരളം, വികസിത അനന്തപുരി, കൃത്യമായ വികസന അജണ്ട, മറ്റ് വിവാദങ്ങൾ, മറ്റ് ആക്ഷേപങ്ങൾക്കൊക്കെ അവധി കൊടുത്തിട്ട് രാജീവ് ചന്ദ്രശേഖർ മുതൽ സുരേഷ് ഗോപി വരെ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ അതുമിതും പറയേണ്ട, വികസനത്തെക്കുറിച്ച് സംസാരിക്കൂ, എന്തു ചെയ്തു, എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും, എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇക്കുറി വോട്ടർമാരെ നേരിട്ടത്. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ അനന്തപുരിയിൽ എത്തിക്കുമെന്നൊരു വാഗ്ദാനം, അത് ചില്ലറ വാഗ്ദാനമല്ല, എന്തായാലും അത് വോട്ടർമാർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിമിഷം. പക്ഷേ വളരെ മന്ദഗതിയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് തോന്നുന്നു വിനീഷിനെയോ ശാലിനിയോ നമുക്ക് പ്രജിത്ത് ലൈവ് ഉണ്ടെന്ന് കരുതുന്നു. ആ ഫ്രെയിമിൽ പ്രജിത്ത് കേൾക്കാമെങ്കിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം? തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നിൽ ഒരുപാട് സന്തോഷം. ആദ്യമേ തന്നെ കരിമത്തിന്റെ ജനതയോട് എന്നിൽ വിശ്വാസം അർപ്പിച്ച് എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സന്തോഷത്തിലാണ്. കാരണം എൻ്റെ പാർട്ടി എനിക്ക് വിശ്വസിച്ച് ഒരു പുതിയൊരു വാർഡ് തന്നു, പക്ഷെ അത് വിജയിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. 1083 എന്നാണ് അറിഞ്ഞത്. 1000+ ഉണ്ട്. നേരത്തെ ചോദിച്ചതാണ്, നിയമം ഏരിയ മുഴുവൻ പിടിച്ചത്. അതെ, തീർച്ചയായിട്ടും നിയമം ഏരിയ എല്ലാം നമ്മളിങ്ങ് തൂക്കി. ഒരുപാട് സന്തോഷം. പൊന്നുമംഗലം വാർഡ് ശ്രീദേവി SK വിജയിച്ചിട്ടുണ്ട്. 2187 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രജിത്ത്, അതുകൂടി ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞോളൂ. BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയാണ്. അതിന്റെ ആഘോഷമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും പുതിയതായി 1083ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കരിമം വാർഡിൽ മത്സരിച്ച ആശാനാഥ് വീണ്ടും വിജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൗൺസിലറായി പോവുകയാണ്. അതിന്റെ ആഘോഷങ്ങളിലാണ് BJP പ്രവർത്തകർ. അടുത്തിടെയായി നമ്മൾ കാണുന്ന ഒരു ദൃശ്യം എന്നുള്ളത്, ഈ പ്രധാന വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പുറത്തു നിന്നും ഉണ്ടായിരുന്ന വലിയൊരു സംഖ്യയിൽ CPM പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിജയിച്ച് വരുന്ന സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ കൂടുതൽ വിജയം ഉറപ്പിച്ച് പുറത്തേക്ക് വരുന്നത് ഭൂരിപക്ഷവും BJP സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ നമ്മൾ കാര്യമായി മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ പുറത്തേക്ക് വരുന്ന കാഴ്ച കണ്ടിട്ടില്ല എന്നുള്ളതാണ്.